ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ആരും ഒന്ന് മൂക്കത്ത് വിരൽ വെച്ച് പോകും. എത്ര വലിയ പണക്കാരനായാലും വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കിയാൽ ഗതികേടിലാകുമെന്ന് അമേരിക്ക ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ദേശീയ കടം ചരിത്രത്തിലാദ്യമായി $40 ട്രില്യൺ എന്ന ഭീമമായ സംഖ്യ പിന്നിട്ടിരിക്കുന്നു. അതായത് സാക്ഷാൽ അമേരിക്ക ഇപ്പോൾ കഴുത്തറ്റം കടക്കണിയിലാണ്. ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ പലിശ നിരക്ക് കുറയ്ക്കാനും സർക്കാരിന്റെ ചെലവുകൾ വെട്ടിച്ചുരുക്കി മുണ്ടുമുറുക്കി ഒടുക്കാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പോൾ നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പലിശ നിരക്ക് കുറഞ്ഞാൽ സർക്കാരിന് വലിയൊരു തുക ലാഭിക്കാനാകുമെന്നും കടമെടുക്കുന്നതിന് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കാണ് അമേരിക്കയ്ക്ക് ലഭിക്കേണ്ടതെന്നുമാണ് ട്രംപിന്റെ പ്രധാന വാദം. ഇതിനായി അദ്ദേഹം അമേരിക്കൻ ഫെഡറൽ റിസർവിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. അമേരിക്കൻ സർക്കാർ പുറത്തിറക്കുന്ന ട്രഷറി ബോണ്ടുകളുടെ പലിശ നിരക്ക് ഇപ്പോൾ തീരുമാനിക്കുന്നത് സർക്കാരല്ല, മറിച്ച് നിക്ഷേപകരാണ്. അമേരിക്കയുടെ 30 വർഷത്തെ ട്രഷറി ഈൽഡ് അടുത്തിടെ 2001 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കായ 5.22% കുതിച്ചുയർന്നിരുന്നു. ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്നോ, അമേരിക്കൻ സർക്കാരിന്റെ ഏറ്റവും വലിയ അഭിമാനമായ അവരുടെ പ്രതിരോധ മേഖലയ്ക്ക് മാറ്റിവെക്കുന്ന ബഡ്ജറ്റിനേക്കാൾ ഉയർന്ന തുകയാണ് ഇപ്പോൾ അവർ കടത്തിന്റെ പലിശ അടയ്ക്കാൻ വേണ്ടി മാത്രം ചിലവാക്കുന്നത്. പ്രതിവർഷം ഏകദേശം $1 ട്രില്യൺ പലിശ ഇനത്തിൽ മാത്രം അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത്. $40 ട്രില്യൺ എന്നത് ഞെട്ടിക്കുന്ന സംഖ്യയാണെങ്കിലും ഇതൊരു അടിയന്തര സാമ്പത്തിക തകർച്ചയുടെ സൂചനയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അങ്ങനെയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആഗോള റിസർവ് കറൻസിയായി ഡോളർ തുടരുന്നുണ്ട്. അത് തുടരുന്നതിനാൽ അമേരിക്കയ്ക്ക് ഇനിയും കടമെടുക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ യഥാർത്ഥ പ്രതിസന്ധി അതല്ല. എടുത്ത കടം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും പുതിയ നിക്ഷേപങ്ങൾക്കും ഉപയോഗിക്കുന്നതിന് പകരം സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾക്കും പഴയ കടങ്ങളുടെ പലിശ അടയ്ക്കാനും മാത്രമായി അമേരിക്ക ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. ചുരുക്കത്തിൽ പഴയ കടം വീട്ടാൻ പുതിയ കടം എടുക്കുന്ന ഗതികേടിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അമേരിക്കയുടെ കടം 20 ട്രില്യണിൽ നിന്ന് 40 ട്രില്യനായി ഇരട്ടിച്ചു എന്നത് സാമ്പത്തിക വിദഗ്ധരെ പോലും ഭയപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെയും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ചൈനയുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം ഭദ്രമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ചൈനയുടെ കടബാധ്യതകളും അമേരിക്കയ്ക്ക് സമാനമായി തന്നെ കുതിച്ചുയരുകയാണ്. എന്നാൽ ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഡോളർ നിരക്കിൽ നോക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ കടം വളരെ ചെറിയൊരു സംഖ്യ മാത്രമാണ്. ഇന്ത്യയുടെ മൊത്തം ബാധ്യത രാജ്യത്തിന്റെ GDP-യുടെ വെറും 56.1% മാത്രമാണ് വരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ കടക്കണിയിൽപ്പെട്ട് ശ്വാസം മുട്ടുമ്പോൾ കൃത്യമായ സാമ്പത്തിക അച്ചടക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയാവുകയാണ്. പാശ്ചാത്യ സാമ്പത്തിക മാതൃകകൾ അടിതെറ്റി വീഴുമ്പോൾ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുന്ന വികസന ഭാരതത്തിന്റെ വിജയമാണ് നമ്മളിവിടെ കാണുന്നത്.